സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മൾ ഈ മാറുന്ന ലോകത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിങ്ങനെ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോഴും ചില ആൾക്കാർ ഒരിക്കലും എന്നെ മാറ്റാനൊന്നും കഴിയില്ല എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഇവർക്കൊന്നും ഒരു മാറ്റമില്ല എന്ന് തോന്നും. അതുപോലത്തെ ഒരാളായി ശ്രീ സുകുമാരൻ നായർ എന്ന വ്യക്തി. അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. അദ്ദേഹം NSS എന്ന് പറയുന്ന സംഘടനയുടെ, ജാതി സംഘടനയുടെ നേതാവാണ്. സാർ, അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസമുള്ള പെരുമാറ്റം, അതിനെതിരെ നടൻ സുരേഷ് ഗോപിയുടെ പ്രതികരണം, ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം, സാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ മാറുന്നൊരു കാലാവസ്ഥയിൽ, നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു തലവേദന തന്നെ ആവുകയാണോ? BJPയെ കുറ്റം പറഞ്ഞു, മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞു, ഒന്ന് പറയാമോ സാർ? അല്ല, ഇതിനകത്ത് നമ്മുടെ ഈ വളരെ വലിയൊരു ആലോചനയിലേക്കൊന്നും പോകാതെ തന്നെ നമുക്ക് കാണാവുന്ന രണ്ട് സംഗതികളാണ്. ഒന്ന് ഈ NSSന്റെയും ഒന്ന് SNDPയുടെയും. ഇത് രണ്ടും കേരളത്തിന്റെ ഈ പൊതു സാമൂഹിക മണ്ഡലത്തിൽ, അതായത് ഇപ്പോ ഏത് സമുദായത്തിലാണെങ്കിലും ഒരു വ്യക്തി ഒരു ജീർണാവസ്ഥയിൽ നിന്നും മോചിതനായി കഴിഞ്ഞാൽ അത് സാമൂഹികമായ മാറ്റമാണ്. അപ്പൊ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും കേരളത്തിന്റെ മൊത്തത്തിലുള്ള സാമൂഹിക മാറ്റത്തിന് നിർണായകമായ പങ്കുവഹിച്ച ഒരു രണ്ട് സമുദായങ്ങളാണ്. അപ്പോ ഈ മന്നത്ത് ആചാര്യനാണ്, അദ്ദേഹത്തിന് ഒരു നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരു മഹാപുരുഷൻ എന്ന നിലയിലല്ല ഈ ഭാരതകേസരി മന്നത്ത് പത്മനാഭനെ നമ്മൾ ചരിത്രം വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിലാക്കിയാണ്. ഉദാഹരണത്തിന് വൈക്കം സത്യാഗ്രഹം നടന്ന സമയത്ത് അദ്ദേഹം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നയിച്ച സവർണ ജാഥയുടെ നേതാവ് എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു. അദ്ദേഹം പാരിപ്പള്ളിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ശിവഗിരി മഠത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര പോയത്. അതുപോലെ മന്നത്ത് പത്മനാഭന്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇരുട്ടിൽ കടന്ന ഒരു വിഭാഗം ജനങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് NSSന്റെ ആരംഭവും അതിന്റെ പ്രഖ്യാപിത മുദ്രാവാക്യവും ലക്ഷ്യവും എല്ലാം അതാണ്. അതിനേറ്റവും സമൂഹത്തില് അത്തരത്തിലുള്ള ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം തന്നെയാണെന്ന് അവർ കണ്ടെത്തിയിരുന്നു. അതിപ്പം നമ്മുടെ ഈ SNDPയുടെയും അല്ലെങ്കിൽ SNTRSന്റെയും ഒക്കെ ഭാഗത്തേക്ക് നോക്കിയാലും ഈ രണ്ട് സമുദായങ്ങൾ ഒരേപോലെ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി വളർന്നുന്ന സാധനയാണ്. അതിന്റെ തുടക്കത്തിലൊക്കെ അതിന്റെ അമരത്തിലിരുന്ന വ്യക്തികളും എല്ലാം തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളും തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ ഈ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, അതോടൊപ്പം തന്നെ അപ്പുറത്ത് വെള്ളാപ്പള്ളി ഗണേശൻ, രണ്ടുപേരും ഒരേ നുകത്തിൽ വെച്ച് കെട്ടാൻ പറ്റുന്ന രണ്ട് വ്യക്തികളാണ്. രണ്ടുപേരും ഈ സ്ഥാപനത്തിന്റെ തലപ്പത്ത് വന്നിരിക്കുന്നത് സമുദായത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി സമുദായത്തെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇവരെ നയിക്കുന്നത്. ഉദാഹരണത്തിന് കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് NSSന്റെ സാമൂഹികമായ പ്രാധാന്യവും രാഷ്ട്രീയമായ പ്രാധാന്യവും വളരെ നിർണായകമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ അന്ന് കിടങ്ങൂർ എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാധീനം കൂടുന്നത് മനസ്സിലാക്കിയപ്പോഴത്തേക്കാണ് കരുണാകരന് മനസ്സിലായത് ഇത് അപകടമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ഹൈക്കമ്മീഷണറാക്കി സിംഗപ്പൂരിൽ അയക്കുകയുണ്ടായി. അപ്പോൾ ഈ കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹായിയായി നമ്മൾ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ NSSൽ കൂടി പറ്റി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഈ സുകുമാരൻ നായർ എന്ന് പറയുന്നത്. അതായത് ഒരു അറ്റൻഡർ എന്ന നിലയിൽ, ഒരു സഹായി എന്ന നിലയിൽ. ഉദാഹരണത്തിന് ഞാൻ തന്നെ നേരിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു സംഗതി, ഈ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മനുഷ്യനും ശാരീരികമായിട്ട് പോലും വലിയ കാഴ്ചയ്ക്ക് നല്ല എടുപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്, ഒരിക്കൽ പത്തനംതിട്ടയിൽ അദ്ദേഹം ഒരു ചടങ്ങിന് വന്ന സമയത്ത് അദ്ദേഹം ഈ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ താലപ്പൊലിയൊക്കെ ഒന്നുണ്ടാവുമായിരുന്നു. അപ്പൊ അദ്ദേഹം ചെന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച, ഈ കിടങ്ങൂര് വണ്ടി കാർ നിന്ന സമയത്ത്, അംബാസഡർ കാർ നിന്ന സമയത്ത് പെട്ടെന്നൊരു വ്യക്തി ചാടി ഇറങ്ങി ഫ്രണ്ടിൽ നിന്ന് ഓടി വന്ന് ബാക്കിലെ കതവ് തുറന്നിട്ട് ഈ ഈ ഡോറിന്റെ മോളില് കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത്. അതായത് കിടങ്ങൂർ ഇറങ്ങുന്ന സമയത്ത് കിടങ്ങൂരിന്റെ തല ഈ കാറിന്റെ മുകളിൽ തട്ടാതിരിക്കാൻ വേണ്ടി
ഇങ്ങനെ കൈവച്ചു കൊടുക്കുന്ന ഒരു സുകുമാരൻ നായരെയാണ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് കാണുന്നത്. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഈ ജനറൽ സെക്രട്ടറിമാരുടെ കൂടെ നിൽക്കുകയും അതിനുശേഷം കുടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള ഹൈക്കമ്മീഷണറായി പോവുകയും പിന്നെ പി കെ നാരായണ പണിക്കർ ജനറൽ സെക്രട്ടറിയായി വരികയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ പിന്നീട് അന്നു മുതൽ കിടങ്ങൂര് ഹൈക്കമ്മീഷണറായി പോയതിനു ശേഷം NSSന്റെ ഭരണം എന്ന് പറയുന്നത് മുഴുവൻ സുകുമാരൻ നായരുടെ കയ്യിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് പി കെ നാരായണ പണിക്കരുടെ അദ്ദേഹം വളരെ നല്ല വക്കീലും അല്ലെങ്കിൽ പ്രഗത്ഭനായ വ്യക്തി, നല്ല വ്യക്തിയൊക്കെ ആയിരുന്നു. പക്ഷെ ഭരണപരമായ സ്വാധീനമോ ശേഷിയോ അദ്ദേഹത്തിന് കാര്യമായിട്ടുണ്ടായിരുന്നില്ലാത്തതിനാൽ ഇദ്ദേഹത്തിനെ ആശ്രയിക്കേണ്ടി വന്നു. പല രീതിയിലും നാരായണ പണിക്കരെ ആ ഒരു സ്ഥാനം ഉപയോഗിച്ചിട്ട് പല സംഗതികൾക്കും സുകുമാരൻ നായരുടെ താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും ഒക്കെ അദ്ദേഹത്തിന് നിൽക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അപ്പൊ അതിനുശേഷം വന്ന ആ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ കസേരയിലേക്ക് വരുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ താല്പര്യമാണ്, അദ്ദേഹത്തിന്റെ സംസ്കാരവും അതിനനുസരിച്ചുള്ള സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ അദ്ദേഹത്തിനുള്ളൂ. അതേ സമയത്ത് ഈ സമുദായത്തിൻ്റെതായിട്ടുള്ള യാതൊരു താല്പര്യങ്ങളിലേക്കും അദ്ദേഹം നോക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ NSSന്റെ ആണെങ്കിലും SNDPയുടെ ആണെങ്കിലും എന്തുമാത്രം വികസനങ്ങളാണ്. ഈ ലോകം മുഴുവൻ മാറി. ഈ കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ട് കാലം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മാറ്റത്തിന്റെ കാലഘട്ടമായിരുന്നു. ഈ മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ NSSൽ എന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതല്ലെങ്കിൽ സാങ്കേതിക രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് NSSന്റെ സ്വാധീനമായിട്ടുള്ളത്. അപ്പോ ഇവിടെ അതേ സമയത്ത് ഇപ്പൊ അത് തന്നെയാണ് SNDPയുടെ അവസ്ഥയും അത് തന്നെയാണ്. കാരണം രണ്ടുപേരുടെയും താല്പര്യങ്ങൾ ഒന്ന് തന്നെയാണ്, വ്യക്തിപരമായ താല്പര്യമാണ്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ മധ്യരംഗത്ത് നിന്ന് ഈ രംഗത്തേക്ക് വന്ന കക്ഷിയും കൂടെയാണ്. അപ്പോ ഈ രീതിയിൽ വ്യക്തികളുടെ താല്പര്യം സ്വാഭാവികമായിട്ട് ഒരു പ്രസ്ഥാനത്തിന്റെ മുകളിൽ വരുമ്പോഴത്തേക്കും ആ പ്രസ്ഥാനം അതിൻ്റെതായിട്ടുള്ള എത്ര തന്നെ ഉദാത്തമായ പാരമ്പര്യമാണെങ്കിലും അത് ഈ പറഞ്ഞതുപോലെ ഈ ജീർണത സംഭവിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്വന്തം താല്പര്യങ്ങൾ. ഇപ്പൊ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. രാഷ്ട്രപതി കഴിഞ്ഞാൽ പിന്നെ ഉപരാഷ്ട്രപതിയാണ്. ഇപ്പൊ ഇന്ത്യ എന്നല്ല, പല വിദേശ നേതാക്കൾ വരുമ്പോഴേക്കും ഈ രാജ്ഘട്ടിൽ പോയി പരിശോധന നടത്തിയിട്ട് ആണ് അവിടെ പോയി പുഷ്പാർച്ചന നടത്തുന്നത്. ഈ മഹാത്മാഗാന്ധിയുടെ അവിടെ സ്മൃതി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്താറുണ്ട്. അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ വന്ന സമയത്ത് അവിടെ ഷൂസ് ഇട്ട് കയറി എന്ന് പറഞ്ഞ വലിയ ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അത് ഒറ്റപ്പെട്ടൊരു സംഭവമാണ്. പക്ഷെ എങ്കിലും അവിടെയും ഈ പറഞ്ഞതുപോലെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ നോക്കി അനുസരിച്ചിട്ടൊക്കെ തന്നെയാണ് അവിടെയും എല്ലാവരും അത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി വന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്തൊരു നിന്ദ്യമായ ഒരു നടപടിയാണ് സ്വീകരിച്ചത്. മലയാളികൾക്ക് മുഴുവൻ സുകുമാരൻ നായർക്കോ അല്ലെങ്കിൽ NSSനോ മാത്രവുമല്ല, മലയാളികൾക്ക് മൊത്തം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഉണ്ടാക്കിയത്. അതുപോലെ അദ്ദേഹം ഈ പ്രസിഡന്റ് ആയതിനു ശേഷം അവിടെ ഇങ്ങനെ കട തുറന്നിരിക്കുകയാണ്. കേരളത്തിലെ നേതാക്കന്മാരെല്ലാവരും അവിടെ വന്ന് കണ്ട് പൂജിച്ച് തൊഴുതിട്ട് പോകണം എന്നുള്ള ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെച്ചു. ആ കീഴ്വഴക്കത്തിനെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ചിലർക്കും ഈ പറഞ്ഞതുപോലെ നായർ സമുദായത്തിന്റെ ഇപ്പം ഈ ഇടതുപക്ഷ പിണറായി വിജയൻ സർക്കാർ പോലും അവിടെ നേരിട്ട് പോയി കുമ്പിട്ടില്ല എങ്കിലും ഏതാണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് വന്ന ചിത്രം നമ്മൾ കാണുകയുണ്ടായി. കാര്യം അവരുടെ സുകുമാരൻ നായരുടെ ഇംഗിതങ്ങൾക്ക് അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പിന്തുണ എന്ന് പറയുന്ന നായർ സമുദായത്തിന്റെ മുഴുവൻ അധികാരവും തന്റെ കയ്യിലാണ് എന്ന ഒരു ധാരണ സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അതിൽ അത്യാവശ്യം ഒന്ന് പെശകിപ്പോയത് VD സതീശന്റെ കാര്യത്തിലാണ്. VD സതീശനെ ഈ പറഞ്ഞതുപോലെ ഒന്ന് മെരുക്കാനൊക്കെ നോക്കി. പക്ഷെ അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അദ്ദേഹത്തിനെ അധിക്ഷേപിക്കാവുന്ന രീതിയിൽ അധിക്ഷേപിച്ചു. ഇന്നിപ്പോ വീണ്ടും പറയുകയുണ്ടായി VD സതീശൻ എന്ന വ്യക്തിയോട് യാതൊരു സമീപനത്തിലുള്ള മാറ്റവുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളിലൂടെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ അധിക്ഷേപിക്കുന്നു. ആനന്ദ് ബോസ് വന്ന സമയത്ത് ആനന്ദ് ബോസിന് അവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ എങ്കിലും ബംഗാളിന്റെ ഒരു ഗവർണറാണ് അവിടെ വരുന്നത്. ആ സമയത്ത് ആ ബംഗാളിന്റെ ഒരു ഗവർണർ അവിടെ വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ഡെമോക്രസിയിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, ആ പ്രാമുഖ്യം കൊടുക്കണ്ടേ? ആ സ്ഥാനത്തിനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. ഇപ്പം ആനന്ദ് ബോസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാൻ, വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ സ്റ്റേറ്റിനെ പോലും ധിക്കരിക്കാൻ പറ്റുന്ന മൗഢ്യത്തിലേക്ക് ഇദ്ദേഹം മാറി എന്നുള്ളതാണ്. ഇതിപ്പോ നായർ സമുദായാംഗങ്ങൾക്ക് എല്ലാം വളരെ അസഹിഷ്ണുതരാണ്. അതുകൊണ്ടാണ് പല പല ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ വളരെ
അന്യായമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുക, അതേപോലെ തന്നെ വളരെ ലജ്ജാകരമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും. ഇതിപ്പോ നായർ സമുദായത്തിൽ തന്നെ പല നമ്മളിപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്, അവർക്കൊക്കെ ലജ്ജ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് പലരുടെയും ഇത് വരുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു അപ്രമാദിത്വം അദ്ദേഹത്തിന് ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. സുരേഷ് ഗോപിക്കെതിരെ ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന, BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേരെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന, ഇതൊക്കെ ഇനി എങ്ങനെയായിരിക്കും സാർ? ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ BJP ഒക്കെ ഇനി എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? അവിടെയൊക്കെയാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ BJPക്ക് എതിരെ ഒരു നിലപാട് സ്വീകരിക്കുന്നു, അതേപോലെ തന്നെ ഇവിടെ എന്നാൽ കോൺഗ്രസിനും അതേപോലെ UDF-നും LDF-നും സമദൂരമാണ് തങ്ങൾ. ഇതൊക്കെ വെറുതെ ഓരോരോ തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമീപനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അവിടെ ഇപ്പൊ സുരേഷ് ഗോപി വന്ന സമയത്ത് ആവശ്യമില്ലാടത്ത് വലിഞ്ഞു വന്ന് കയറി. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം എന്ത് തന്നെയാണെങ്കിലും കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന കലാകാരനാണ്, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പൊ നമ്മളൊരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്നതിൽ പോലും ഒരു മാന്യത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയെ കുറിച്ച് അഭിപ്രായങ്ങളും വ്യത്യാസം ഉണ്ടാകും. വലിഞ്ഞു കയറി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു തീരെ നിലവാരമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് സുകുമാരൻ നായർ കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിൽ നിന്ന് സംസാരിക്കുന്നത്. ഇത്തരം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ സുകുമാരൻ നായരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളാപ്പള്ളി നടേശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, കേരളത്തിന്റെ ഈ ഒരു പൊതുജീർണതയുടെ പ്രതിഫലനമാണ് ഇത്തരം വ്യക്തികൾ, സംഘടനകളുടെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള സംഘടനകളുടെ തലപ്പത്ത് വരാൻ കാരണം. അതിനെ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിപ്പോ ഒരു സുകുമാരൻ നായരുടെ മാത്രമോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ മാത്രമോ പ്രശ്നമല്ല. അവർക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞു വരികയും അവർക്ക് ആധിപത്യം നേടാവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് സാമൂഹിക ശ്രദ്ധ നേടാൻ കഴിയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആധിപത്യം നേടാൻ കഴിയുന്ന ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്തു എന്ന ഒരു സാംസ്കാരിക വിഷയത്തിലേക്കാണ് കേരള സമൂഹം നോക്കേണ്ടത്. മറിച്ച് ഇപ്പം എന്തുകൊണ്ട് സുകുമാരൻ നായർക്ക് അങ്ങനെ ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ സംഘടനയുടെ തലപ്പത്ത് വളരെ അനായാസമായി പോകാൻ കഴിയുന്നു? ഇതാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും ഒരുപാട് അനാരോഗ്യകരമായ പ്രവണതകൾ ആ സംഘടനയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഒരുപക്ഷെ നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഒരു ശുദ്ധീകരണം. അത് സുരേഷ് ഗോപി ഒരു BJP-ക്കാരൻ പറഞ്ഞതായതുകൊണ്ട് നമ്മൾ അതിനെ ഒരു BJP-യുടെ താല്പര്യമൊന്നും രാഷ്ട്രീയമായി കാണുന്നതിനൊക്കെ ഉപരിയായിട്ട് അതിനൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ആ ശുദ്ധീകരണം വരണമെന്നുണ്ടെങ്കിൽ അത് BJP-യോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം വിചാരിച്ച് നടക്കത്തില്ല. മറിച്ച് ആ സംഘടനയ്ക്കകത്ത് ഉള്ളവർ തന്നെ ആ സംഘടനയുടെ പൊതു താല്പര്യവും കാലത്തിനനുസരിച്ച് സംഘടനയെ മാറ്റുന്നതിനും നിലവിലുള്ള ഈ കടന്നു വന്നിരിക്കുന്ന ജീർണതയെ അതിജീവിക്കുന്നതിനുള്ള ഒരു സമീപനം അതിന്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ പുറത്തുനിന്നോ രാഷ്ട്രീയമായിട്ടോ എന്ത് തന്നെ നീക്കങ്ങളുണ്ടായാലും ഇതിന് ഒരു ശുദ്ധീകരണം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ തുടക്കങ്ങൾ NSS-നുള്ളിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഒരു നല്ല സൂചനയാണ്. ഏതായാലും സാർ, നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിലും ചിലപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടി സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയോ പറയുകയാണെങ്കിൽ ഇതിലും നമ്മളതും കേട്ടാൽ അറച്ചു പോകുന്ന രീതിയിലുള്ള മറുപടി ചിലപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായേക്കാം. അതുകൂടെ നമുക്ക് കേൾക്കാനുള്ള വിധിയുണ്ട്. കാത്തിരിക്കാം ഇതിന്റെ അടുത്ത എന്താണ് പോകുന്നത്. വ്യക്തികളുള്ള കാരണം നമുക്ക് അറപ്പെന്നുള്ള വികാരം തന്നെ ഇപ്പൊ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്ക് കാത്തിരിക്കാം അടുത്ത എന്താണ് അദ്ദേഹത്തിന്റെ കമന്റ് എന്ന്. അതെ, നന്ദി. താങ്ക് യു സാർ.